വീണ വിജയനെതിരായ ആരോപണത്തിൽ ആദ്യമായി പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ അദ്ദേഹം തനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന തുടർ ആരോപണങ്ങളുടെ തുടർച്ചയാണിതെന്നും വിശദീകരിച്ചു. മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണ്. ജനം സ്വീകരിക്കുമോ എന്ന് കാണാമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. ഒരാരോപണവും തന്നെ ഏശില്ലെന്നും വ്യക്തമാക്കി. കൊട്ടാരം പോലുള്ള വീട് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ കേൾക്കുന്നില്ല. മുൻപ് ഭാര്യയെക്കുറിച്ചായിരുന്നു ആരോപണം, ഇപ്പോൾ മകൾക്കെതിരെയായി. ബിരിയാണി ചെമ്പിനൊക്കെ മുൻപ് പറഞ്ഞതടക്കം ഒന്നും നമ്മളെ ഏശില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മകൾക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചുമില്ല. എന്തായാലും എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് CMRLന്റെ ഓഹരി പങ്കാളിയായ KSIDC മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനോട് നിയമോപദേശം തേടിയത് അഡ്വക്കേറ്റ് ജനറലിനെ മറന്ന്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോടും ഒന്നും ചോദിച്ചില്ല. സാധാരണ ഈ രണ്ടുപേരോടും ഉപദേശം ചോദിച്ച ശേഷമാകും പുറത്തുള്ളവരോട് നിലപാട് തേടുക. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെ മറികടക്കാനായിരുന്നു നിയമോപദേശം തേടൽ. 3 അംഗ സംഘത്തിന്റെ അന്വേഷണത്തിന് കഴിഞ്ഞ 12-ന് കേന്ദ്രം ഉത്തരവിട്ടിരുന്നു. ഇതിൽ തങ്ങൾക്കെതിരെ നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണത്തിനെതിരെ കോടതിയിൽ ഹർജി കൊടുക്കുന്നതിനെക്കുറിച്ച് ഉപദേശിക്കണമെന്നാണ് കഴിഞ്ഞ 22-ന് KSIDC MDക്ക് വേണ്ടി അഡ്വക്കേറ്റ് CS വൈദ്യനാഥന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. നിയമോപദേശം പുറത്തു വന്നിട്ടില്ലെങ്കിലും തൊട്ടുപിന്നാലെ ഇതേ അഭിഭാഷകനെ കേസ് ഏൽപ്പിക്കുകയായിരുന്നു. ഒറ്റ ദിവസത്തെ വാദത്തിന് 25 ലക്ഷം രൂപ ഫീസ് ആവശ്യപ്പെട്ടു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്നും AGയിൽ നിന്നും നിയമോപദേശം സ്വീകരിക്കാമെങ്കിലും KSIDC അത് വേണ്ടെന്ന് വച്ചു. സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന കേസുകളിലാണ് പിണറായി സർക്കാർ പുറമേ നിന്ന് നിയമോപദേശം തേടുകയും അതേ അഭിഭാഷകനെ തന്നെ കേസ് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പെരിയ ഇരട്ടക്കൊലപാതക കേസ് ഉൾപ്പെടെ പുറമേ നിന്ന് അഭിഭാഷകരെ എത്തിച്ച പല കേസിലും ഈ രീതി പിന്തുടർന്നു. അത്രയും പ്രാധാന്യത്തോടെ സർക്കാർ ഈ കേസിനെയും കാണുന്നുവെന്നാണ് KSIDCയുടെ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന സംശയം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ കേസിൽ ഹാജരാകുന്നതിനാണ് 25 ലക്ഷം അഡ്വക്കേറ്റ് വൈദ്യനാഥന് കൊടുക്കേണ്ടത്. ഇതിനൊപ്പം മറ്റ് ചെലവ്. അതുകൊണ്ട് കേസ് നീണ്ടുപോകുമെന്നതിനാൽ 1 കോടിയോളം രൂപ വൈദ്യനാഥന് നൽകേണ്ടി വരും. അങ്ങനെ സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടമാണ് ഈ കേസ് കൊണ്ട് വരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേസ് ആയതുകൊണ്ടാണ് ഈ തിടുക്കമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമുള്ള CMRLൽ ഒരു ദൈനംദിന പ്രവർത്തനത്തിലും ഇടപെടാറില്ലെന്നായിരുന്നു ROCക്ക് KSIDC നൽകിയ വിശദീകരണം. അതിനിടെ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് സഭയിലെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ ഇത്രയും ദിവസം മൗനം തുടരുകയായിരുന്നു മുഖ്യമന്ത്രി. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇവ ഉൾപ്പെടുത്തിയിരുന്നത്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് സഭയിൽ നേരിട്ട് മറുപടി പറയുകയല്ല, മറുപടി ലഭ്യമാക്കുകയാണ് ചെയ്യുക. എന്നാൽ ഈ 2 ചോദ്യങ്ങൾക്കും മറുപടി നൽകിയില്ല. അതിനിടെ എക്സാലോജിക് ഇടപാടിൽ അയോധ്യ കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ കേരള സർക്കാരിനു വേണ്ടി KSIDC ചുമതലപ്പെടുത്തിയതായി KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു.